പീരിമേട്ടിൽ ജനവാസ മേഖലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ഇന്ന് കരടിയുടെ സാന്നിധ്യവും വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ഇന്ന് രാവിലെ പീരിമേട് ടൗണിന് സമീപം ഫയർ സ്റ്റേഷന് താഴ്വശത്ത് താമസിക്കുന്ന പുത്തൻപരപ്പിൽ PK രാജന്റെ വീടിന്റെ മുൻവശത്താണ് കരടി എത്തിയത്. രാവിലെ പുറത്തിറങ്ങിയ PK രാജൻ കരടിയെ നേരിൽ കണ്ടു. തലനാരിഴയ്ക്കാണ് അദ്ദേഹം കരടിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത്. രാവിലെ 6:15 വീടിന് മുറ്റത്തിറങ്ങി റോഡിലേക്ക് കയറാൻ വേണ്ടി രാവിലെ കടയിലേക്ക് പാൽ വരും, പാലെടുക്കാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങാൻ വേണ്ടി മുറ്റത്തിറങ്ങിയപ്പോഴത്തേക്ക് അടുത്ത പറമ്പിൽ നിന്നും എന്തോ ഒരു, ഞാനാദ്യം വിചാരിച്ച് പല പന്നിയുമില്ല, ചാടി ഇങ്ങോട്ട് മുറ്റത്തേക്ക് കയറിയിട്ട് നിവർന്നങ്ങ് നിന്നു. എന്നേലും വലിയൊരു കരടിയാണ്. എന്നിട്ട് ഞങ്ങൾ അപ്പം കുടുംബവും എല്ലാം കൂടി വന്നു. അന്നേരത്തെ ഒച്ച വെച്ച് കഴിഞ്ഞാൽ അത് കയറി മുകളിലേക്ക്, വഴിയെ തന്നെ മുകളിലേക്ക് കയറി അടുത്ത പറമ്പിലേക്ക് കയറി പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഫോറസ്റ്റുകാരെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു, ഫോറസ്റ്റുകാരെ വിളിച്ചിരുന്നു, RRT ടീമിനെ വിളിച്ചു. അവരെല്ലാം കൂടി വന്ന് ഇതെല്ലാം കണ്ടു. അപ്പം അവരും പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കാഷ്ടം കണ്ടു, അപ്പം കരടി തന്നെ. അപ്പം പിന്നെ നേരിട്ട് കണ്ടതുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാം കരടി തന്നെയാണ്, കൂട് വയ്ക്കാം എന്നാണ് ഇപ്പം പറഞ്ഞ് ഇവിടുന്ന് പറഞ്ഞു തിരിഞ്ഞ്. അതിന് അടുത്ത പറമ്പിലൊക്കെ അവരൊന്ന് നോക്കിയിട്ടാണ് പോയത്. കരടിയെ കണ്ട ഉടനെ ഇദ്ദേഹവും വീട്ടുകാരും ബഹളം വെച്ചതിനെ തുടർന്ന് കരടി സമീപത്തെ കൃഷിയിടത്തിലേക്ക് കയറി മറയുകയായിരുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് മുറിഞ്ഞുപുഴ വനംവകുപ്പ് അധികൃതരും പീരിമേട് RRT ടീം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു. പ്രദേശത്തെ ക്യാമറയും സ്ഥാപിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ മേഖലയിൽ കൂട് സ്ഥാപിക്കുന്നതിനുള്ള ഒരുക്കത്തിലാണ് വനം വകുപ്പ്. ഒരാഴ്ച മുമ്പ് പീരിമേട്ടിലെ വിദൂര ആദിവാസി മേഖലയായ പ്ലാക്കത്തടുത്ത് കരടിയെ കണ്ടതായി പ്രദേശവാസികൾ പറഞ്ഞിരുന്നു. ഇതുകൂടാതെ മാസങ്ങൾക്ക് മുമ്പ് പീരിമേട് ടൗണിൽ നിന്നും പ്ലാക്കത്തടുത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ കരടിയെ നേരിൽ കണ്ടിരുന്നു. ഇതുകൂടാതെ പീരിമേടിന് സമീപം കാട്ടാനയുടെ സാന്നിധ്യവുമുണ്ട്. കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്ന് വനം വകുപ്പ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പീരിമേട്.